ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ സമൂഹ പ്രാർത്ഥനയെന്നും കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനയെ കുടുംബ പ്രാർത്ഥനയെന്നും പറയുന്നു. ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ പേഴ്സണൽ പ്രെയർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ദൈവാനുഭവത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക എന്നതല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരു വ്യക്തിയുടെ സംഭാഷണമാണത്. അവിടെ ആ വ്യക്തിയും സംസാരിക്കും, ദൈവവും സംസാരിക്കും. നമുക്കൊക്കെ ചില ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഏതാനും ചില വ്യക്തികൾ മാത്രം ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് മാറുക? നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുകയും ചെയ്യും. അങ്ങോട്ടും പറയും, ഇങ്ങോട്ടും പറയും. അങ്ങനെയാണ് ആ ബന്ധം വളരുക. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം. എപ്പോഴും ഈശോയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ ശരിക്കും മുഴുവനായി അറിയാവുന്നവരാരുണ്ട് ഈ ലോകത്തിൽ? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കുറേയെല്ലാം നമ്മളെ അറിയാം. വലുതായി വരുമ്പോൾ നമ്മുടെ വിചാരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവർക്ക് അറിയണമെന്നില്ല. എന്നാൽ കർത്താവ് അതെല്ലാം അറിയുന്നുവെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം 139 ഇപ്രകാരം പറയുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. അങ്ങനെ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിൻ്റെ അടുത്ത് നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും വീഴ്ചകളും എല്ലാം നമുക്ക് തുറന്നു പറയാം. അങ്ങനെ നമ്മൾ തുറന്നു പറയാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മോടും ചിലത് പറയും. അങ്ങനെയുള്ളൊരു ബന്ധമാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെയൊരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ഈശോയുമായി സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈശോയെ വിട്ടുപോകാൻ കഴിയുകയില്ല. ഈശോ നമ്മെയും വിട്ടുപോകുകയില്ല. അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് ബന്ധത്തിലേക്ക് വളരാൻ വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ പേഴ്സണൽ പ്രെയർ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ 5-10 മിനിറ്റ് മാത്രം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. പിന്നീട് ഈശോയുമായൊരു നല്ല ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ കൂടുതൽ സമയം ഈശോയോട് സംസാരിക്കാൻ ചെലവഴിക്കും. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം കണ്ടെത്തേണ്ടത് നല്ലതാണ്. ഈശോയുടെ രൂപത്തിൻ്റെയോ ഫോട്ടോയുടെ മുമ്പിൽ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അവിടെ ഇരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയ്ക്ക് പല ഘടനകൾ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതമായി പറഞ്ഞാൽ 5 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായി, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. വൈകിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ രാവിലെ മുതൽ ഈ നിമിഷം വരെ നമ്മെ കാത്തു പരിപാലിച്ച കർത്താവിനെ ഓർക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു, എന്തെല്ലാം അപകടങ്ങൾ വരാമായിരുന്നു, അവിടെയെല്ലാം നമ്മെ കാത്തു പരിപാലിച്ച് വഴി നടത്തിയ ദൈവത്തെ ഹൃദയത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മൾ നന്ദി പറയുക. രണ്ടാമത്, ഈ ദിവസം ഈശോയെ വേദനിപ്പിച്ച എന്തെങ്കിലും വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കുക. ആ സംഭവത്തെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ട് ഈശോയെ തെറ്റിപ്പോയി, ഈശോ ക്ഷമിക്കണേ എന്നൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുക. മൂന്നാമതായി, നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഈശോയോട് പറയുക. അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ പപ്പായുടെയും മമ്മിയുടെയും മറ്റ് നമ്മളോട് വിഷമിക്കുന്നവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെക്കുറിച്ചൊക്കെ ഈശോയോട് പറയുക. നാലാമതായി, ബൈബിൾ എടുത്ത് വായിച്ച് ഒരു ഭാഗം എടുത്ത് വായിക്കുക. അതിനുശേഷം വായിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈശോ, ഇതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണേ, പരിശുദ്ധാത്മാവ് ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് നിങ്ങളൊരു ബുക്ക് എടുത്ത്
അന്ന് വായിച്ച ഒരു വചനഭാഗം നമ്പറിട്ട് ആ ബുക്കിൽ രേഖപ്പെടുത്തുക. 5-മതായിട്ട് കുറച്ച് സമയം നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ വായിച്ച വചനത്തിൻ്റെ ചില അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തും, വചനവുമായിട്ട് ബന്ധപ്പെടുത്തി. നീ അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്നോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നീ ചെയ്തത് എനിക്കിഷ്ടമായെന്നോ ഒക്കെ ഈശോ നമ്മളോട് മനസ്സിൽ പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ ഒന്നും കേൾക്കാൻ കഴിയാത്ത ദിവസങ്ങളും വരും. എന്നാലും നമ്മൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥന നിർത്തരുത്. കുറേ ദിവസം നമ്മൾ ഇപ്രകാരം പരിശീലിച്ചാൽ വലിയ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയും. പിന്നീട് എപ്പോഴും സംസാരിക്കാനുള്ളൊരു ശീലം നമ്മിൽ രൂപപ്പെടും. അവസാനം നന്ദി പറഞ്ഞ് എഴുന്നേൽക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് സമയം ഈശോയോട് വ്യക്തിപരമായി സംസാരിക്കാനും കേൾക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ പഠന മേഖലകളും വ്യക്തിപരമായ ജീവിതവുമൊക്കെ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.